കൊച്ചി പുതുവൈപ്പ് IOC പ്ലാന്റിനെതിരായ സമരം ചെയ്തവർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യവുമായി സമരസമിതി പ്രവർത്തകർ. പ്രായമായവരും സ്ത്രീകളും കേസുകളാൽ ബുദ്ധിമുട്ടുകയാണ്. വിഴിഞ്ഞം തുറമുഖ ബിരുദ സമരക്കാർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കുന്ന പശ്ചാത്തലത്തിലാണ് വൈപ്പിനിലെ കേസുകളും റദ്ദാക്കണമെന്ന ആവശ്യം ഉയരുന്നത്. 2016-ലും 2017-ലുമായാണ് പുതുവൈപ്പിനിൽ IOC പ്ലാന്റിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നത്. സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളും പ്രായമായവരുമടക്കമുള്ളവർ വിവിധ കേസുകളിൽ പ്രതികളാണ്. സമരവുമായി ബന്ധപ്പെട്ട് 14ഓളം കേസുകളാണ് നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ളത്. പ്രായാധിക്യത്തിന്റെ അവശ്യതയിലും കോടതി കയറിയിറങ്ങുകയാണ് അന്ന് സമരത്തിൽ പങ്കെടുത്തവർ. ഒരു കേസ് ഉണ്ടായുള്ളൂ, പിന്നെ മോനുണ്ട്, മരുമൊക്കെ പിള്ളേർക്കും ഉണ്ടായി, എല്ലാവർക്കും കേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ 2 കേസിൻ്റെ പൈസ അടച്ചിട്ടുണ്ട്, ഇനി അടക്കണം പൈസയൊക്കെ. അപ്പോൾ തന്നെ കേസ് പിരിച്ചു വിടും, പിന്നെ അടുത്ത മാസം പിന്നെയും വിളിക്കും, വന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ പോകാനോ പഠിക്കാനൊന്നും ഒരു നിവൃത്തിയില്ല, കാരണം ഇത്രയും പ്രായമില്ലേ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ തീരെ വയ്യ, ഞങ്ങൾ ഇതിനു വേണ്ടി നടന്ന് കുറേ അനുഭവിച്ച്, ഇനിയിപ്പോൾ അതിന് പോകാൻ എനിക്ക് പാടില്ല. കേസുകൾ നിലനിൽക്കുന്നതിനാൽ യുവാക്കളടക്കമുള്ളവർക്ക് ജോലി ആവശ്യത്തിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോലും ലഭിക്കുന്നില്ല. കേസിനായി കോടതി കയറിയിറങ്ങുന്നതിനാൽ ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇവിടെയുള്ളവർ. വിഴിഞ്ഞം തുറമുഖ ബിരുദ സമരത്തിനെതിരെ ചുമത്തിയ ഗുരുതര സ്വഭാവമില്ലാത്ത കേസുകൾ റദ്ദാക്കാനുള്ള സർക്കാർ തീരുമാനം തങ്ങളുടെ കേസുകളിലും പരിഗണിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അപ്പോൾ ഈ വിഴിഞ്ഞം ഇപ്പോൾ നമ്മുടെ മുമ്പിലൊരു പ്രത്യേകമായ ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിച്ച് തന്നിട്ടുണ്ട്. കാരണം വിഴിഞ്ഞത്ത് 2022-ലാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവവികാസങ്ങൾ നടക്കുന്നത്. അപ്പോൾ അന്ന് എടുത്ത കേസുകളിൽ ഗുരുതര സ്വഭാവം ഇല്ലാത്തത് പിൻവലിക്കുകയും ബാക്കിയുള്ളത് നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ സർക്കാരിന് തീരുമാനിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. കാരണം ഇവിടെ ജാമ്യം കിട്ടാത്ത വകുപ്പുകളൊന്നും കാര്യമായി പ്രതി ചേർക്കപ്പെട്ട ആളുകളുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടില്ല. സമരവുമായി ബന്ധപ്പെട്ട് 3 പോലീസ് സ്റ്റേഷനുകളിലായാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതിഷേധങ്ങൾക്കിടയിലും നിർമ്മാണം പൂർത്തിയായ LNG ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചു. ഇനിയും അന്നത്തെ സമരങ്ങളുടെ പേരിൽ തങ്ങളെ വേട്ടയാടരുതെന്നാണ് സമരസമിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. പുതുവൈപ്പിനിലെ കേസുകളിൽ പലതും ഗുരുതര സ്വഭാവമില്ലാത്തവയാണ്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം മാതൃകയിൽ തങ്ങളുടെ കേസുകളും പിൻവലിക്കണമെന്ന ആവശ്യമാണ് പുതുവൈപ്പിനിലെ ജനങ്ങൾ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം കിരൺകുമാർ, ജനം.